തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മാവനെന്ന് സൂചന. വീട്ടിലുണ്ടായിരുന്ന മാതാപിതാക്കളുടെയും അമ്മാവന്റെയും മൊഴികളിൽ വൈരുദ്ധ്യം. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാണ്. അവര് കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെയാ താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കും. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നത്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റാൻ കവിതയുടെ ഇടപെടലോ? ഡൽഹി മദ്യനയ കേസിലെ പ്രതി കവിത കേരളത്തിൽ വന്ന് ചർച്ച നടത്തിയെന്ന് VD സതീശൻ. മദ്യനയം മാറുമെന്ന് മുൻകൂട്ടി അറിഞ്ഞാണ് ഒയാസിസ് ഭൂമി വാങ്ങിയതെന്നും പ്രതിപക്ഷം. അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ്. 30,000 തടവുകാരെ താമസിപ്പിക്കാനുള്ള തടവറകൾ ഒരുക്കും. അതിക്രൂര തീരുമാനമെന്ന് ക്യൂബ. ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിത നേരിട്ടത് ക്രൂരമർദ്ദനം. പ്രതിയായ ആൺസുഹൃത്ത് ചുറ്റിക കൊണ്ടടിച്ചു. ഷാൾ മുറിക്കാൻ ഉപയോഗിച്ച കത്തിയും പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും കണ്ടെത്തി. വ്യക്തിപരമായി പറഞ്ഞായിരിക്കും, ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ്. PMA സലാമിനെ തള്ളി VD സതീശൻ. സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്നത് സലാമിന്റെ വ്യക്തിപരമായ നിലപാടെന്ന് സതീശൻ. സലാം പറയുന്നതല്ല കോൺഗ്രസ് നിലപാട്. പ്രതികരിക്കാതെ ലീഗ്. അമേരിക്കയിൽ വിമാനവും ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് 18 മരണം. വാഷിംഗ്ടൺ DC-യിൽ അപകടത്തിൽപ്പെട്ടത് യാത്രാ വിമാനവും സൈനിക ഹെലികോപ്റ്ററും. വിമാനത്തിലുണ്ടായിരുന്നത് 65 യാത്രക്കാർ. ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞു. ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത്. അച്ഛനോടൊപ്പം ഉറങ്ങിക്കിടന്ന മകളെ കാണാതായി എന്നായിരുന്നു അമ്മ പോലീസിനെ അറിയിച്ചത്. കുട്ടിയുടെ അച്ഛൻ, അമ്മാവൻ, അമ്മുമ്മ എന്നിവരെ ബാലരാമപുരം പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കുടുംബത്തിലെ ആരോ ആണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. കുട്ടിയുടെ അമ്മയ്ക്ക് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന സൂചനയുണ്ട്. ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ അമ്മാവനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസിന് സംശയമുണ്ടായിരിക്കുന്നത്. അല്പസമയത്തിനകം പോലീസ് വാർത്താ സമ്മേളനം നടത്തുന്നുമുണ്ട്. രക്ഷിതാക്കൾക്കും 6 വയസ്സുകാരി സഹോദരിക്കുമൊപ്പം ഉറങ്ങാൻ കിടന്ന കുഞ്ഞിനെയാണ് കാണാതായത്. പുലർച്ചെ 5 മണിയോടെ മകളുടെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ കിടത്തിയിരുന്ന സ്ഥലത്ത് കുഞ്ഞിനെ കാണാനില്ലായിരുന്നു എന്നാണ് ശ്രീതു ആദ്യം പോലീസിനോട് പറഞ്ഞത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി. രക്ഷിതാക്കളുടെ മൊഴിയിലും വൈരുദ്ധ്യങ്ങൾ ഏറെയായിരുന്നു. ശ്രീതുവിന്റെ സഹോദരൻ ഹരിയുടെ മുറിയിൽ തീയിട്ടതിന്റെയും തീ അണയ്ക്കാൻ ശ്രമിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു. കിണറ്റിനുള്ളിൽ കുഞ്ഞുണ്ടാകാമെന്ന സംശയത്തിൽ ഫയർഫോഴ്സിനെ കൊണ്ട് പരിശോധിപ്പിച്ചു. കുഞ്ഞിന്റെ ഭൗതികദേഹം കണ്ടെടുത്തതോടെ വീട്ടുകാർ 4 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇവർ പോലീസിന് നൽകിയത്. തീപിടുത്തം ഉണ്ടാകുന്നു, വെള്ളം കൊണ്ട് അയക്കുന്നു. അതിന് തൊട്ടു മുമ്പാണ് കുഞ്ഞിനെ ഇവരെ എടുത്ത് അച്ഛൻ്റെ അടുത്ത് കിടത്തിയെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ തെളിയിക്കുന്നത് ചിലപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും ചിലപ്പോൾ തെളിയുന്നത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നതായാണ് നിഗമനം. ലക്ഷക്കണക്കിന് രൂപ പലർക്കും കൊടുക്കാനുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ആദ്യമേ സാമ്പത്തിക വിഷയമുണ്ട്. പിന്നെ ഇവർ ഭർത്താവും ഭാര്യയായിട്ടുള്ള നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ. കാരണം പുള്ളി ആയിട്ട് സഹകരണം വലുത് കുറവെന്നാണ് നാട്ടുകാർ പറയുന്നത്. എല്ലാവരും ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം, വളരെ വിഷമപ്പെടുത്തുന്ന ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ രാവിലെ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിക്ക് എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കുടുംബപരമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. കട്ടിലുൾപ്പെടെ വീട്ടിനകത്ത് ചില ഉപകരണങ്ങൾ കത്തിയിട്ടുണ്ട്. ചെറിയ തീപിടുത്തം ഉണ്ടായതിന്റെ ലക്ഷണം ഉണ്ട് എന്നാണ് പറയുന്നത്. ശ്രീതുവിന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങ് ഇന്ന് നടക്കേണ്ടതായിരുന്നു.
ശ്രീതുവും ശ്രീജിത്തുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നും പോലീസ് പറയുന്നു. കിണറിന് സമീപത്തെ ചായ്പിൽ കയർ കൊണ്ട് കുരുക്കുണ്ടാക്കി ആത്മഹത്യാശ്രമം നടത്തിയതിന്റെ സൂചനകളുമുണ്ടായിരുന്നു. തീയിട്ടതും ചായ്പിലെ കയറിലെ കുരുക്കുമെല്ലാം തിരക്കഥയുടെ ഭാഗമെന്ന സംശയവും പോലീസിനുണ്ട്. കുടുംബത്തിലുള്ള ആരോ തന്നെ കൊലപാതകം നടത്തിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇത് ആരെന്ന കാര്യത്തിൽ വൈകാതെ വ്യക്തത വരും. കുട്ടിയുടെ ഭൗതികദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ മാതാപിതാക്കൾ, കുട്ടിയുടെ അമ്മാവൻ, കുട്ടിയുടെ അമ്മൂമ്മ എന്നിവരെയാണ് സംശയത്തിന്റെ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്നത്. ഏറ്റവും ഒടുവിൽ കുട്ടിയുടെ അമ്മാവനാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നാണ് പോലീസിന് കിട്ടുന്ന സൂചന. ഹരികുമാർ എന്നാണ് കുട്ടിയുടെ അമ്മാവന്റെ പേര്. ഹരികുമാർ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, ആരാണ് ഈ 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞത് എന്ന ചോദ്യമായിരുന്നുവല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മാവനാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മഞ്ജുഷ, ഇപ്പോൾ പോലീസിന്റെ ഒരു വിലയിരുത്തൽ ഏറ്റവും അവസാനം ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോഴും അമ്മാവൻ ഹരികുമാർ തന്നെയാണ് കൊല ചെയ്തതെന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ പൂർണ്ണമായും ആ മൊഴി പോലീസ് വിശ്വസിക്കുന്നതിന് കാരണം ഇവർ രാവിലെ മുതൽ മൊഴി മാറ്റിപ്പറയുകയാണ്. പരസ്പരം സംരക്ഷിക്കണം എന്ന വണ്ണമാണ് ഈ കുടുംബം ഈ മൊഴികൾ മാറ്റിപ്പറയുന്നത്. പോലീസ് അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കാത്ത ഒരു സമീപനം ഇവരുടെ ഭാഗത്തുണ്ട്. എങ്കിലും ഏറ്റവും ഒടുവിൽ പോലീസ് ഈ ഹരികുമാർ തന്നെയാണ് കൊല ചെയ്തത്, അയാൾക്ക് മറ്റാരെങ്കിലും സഹായം ലഭിച്ചെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഹരികുമാർ അത് കുറ്റം ഏറ്റു പറയുന്നുമുണ്ട്. ഞാനാണ് കൊല ചെയ്തത്, കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഹരികുമാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് ഈ മൊഴിയിലും വ്യക്തത വരുത്താനാണ് തുടർ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഈ ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തിയേക്കും. ഏതായാലും ഈ കുടുംബത്തിലെ 3 പേരെങ്കിലും പ്രതിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാര്യത്തിൽ വ്യക്തതയില്ല. അമ്മയും അമ്മാവനും കുട്ടിയുടെ അമ്മുമ്മയും അമ്മയുടെ അമ്മയും ഇക്കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. കുട്ടിയുടെ അച്ഛനും പ്രതിയാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ കുടുംബത്തിന് വ്യക്തമായ അറിവുണ്ട്. ഒരാൾക്ക് മാത്രമല്ല, കുട്ടിയുടെ മരണം എങ്ങനെയെന്ന കാര്യത്തിൽ ഈ കുടുംബത്തിന് വ്യക്തമായ അറിവുണ്ട്. കുട്ടിയെ കൊലപ്പെടുത്തി കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്ന മൊഴിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വാസം എടുക്കുന്നത്. പക്ഷേ ഹരികുമാർ മാത്രമാണ് എന്ന അയാളുടെ മൊഴി ആ അർത്ഥത്തിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. ഇത് ആരെങ്കിലും രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ പോലീസ് തേടുന്നത്. ഇവർ ഒരു തരത്തിലും രാവിലെ മുതൽ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. നിരന്തരം മൊഴി മാറ്റിപ്പറഞ്ഞ് ഇവർ പോലീസിനെ കുഴയ്ക്കുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഏതായാലും അധികം വൈകാതെ പ്രതിയുടെ അല്ലെങ്കിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയേക്കും. അതിനുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണമായത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടിയെ തന്നെ കൊലപാതകത്തിന് തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മറ്റാർക്കും ഈ പങ്കുണ്ടായിരുന്ന കാര്യത്തിലൊക്കെയാണ് പോലീസിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സംശയമുള്ളത്. അത്തരം കാര്യങ്ങൾ ആത്മഹത്യ ചെയ്യുവാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നുവല്ലോ രാവിലെ സംശയങ്ങൾ. അത് മാറിയിട്ടുണ്ടോ? എന്താണ് ഈ കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും അത് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഈ 4 പേരും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണ് പോലീസിന്റെ സംശയം. ഈ 2 കാര്യങ്ങളാണ് ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സൂചനകൾ പോലീസ് നൽകുന്നു. ഒന്ന്, വീട്ടിനുള്ളിൽ തീയിട്ടു, ഈ കട്ടിൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് തീയിട്ടു, പിന്നീട് ആ തീ അണച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ കിണറിനോട് ചേർന്ന ചായ്പിൽ 3 കുരുക്കുകൾ, അത് ഈ അടുത്ത ദിവസങ്ങൾ ഇട്ടതാണോ അല്ലെങ്കിൽ ഇന്നലെ ഇട്ടതാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അവിടെ ഉള്ളതാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും പോലീസ് സ്ഥിരീകരണം വേണ്ടി വരും. ഒരു തരത്തിൽ ചില ഘട്ടത്തിലൊക്കെ പോലീസ് അതൊരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യാജ തെളിവുകൾ ശേഖരിച്ചതാണ് അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയതാണ് തരത്തിലുള്ള ഒരു സംശയമൊക്കെ പോലീസ് ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അതിലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തിനാണ് ആ 3 കുരുക്കുകൾ അവിടെ ഇട്ടത്? ഈ തീ ഇട്ടത് എന്തുകൊണ്ടാണ്? തീ ഇട്ടിട്ടും എന്തുകൊണ്ട് ഹരികുമാർ അറിഞ്ഞില്ല? കുട്ടി ആർക്കൊപ്പമാണ് കിടന്നുറങ്ങിയത്? അതിലും പരസ്പര അരുൺ, പോലീസിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിക്കുകയാണെന്ന് തോന്നുന്നു. അല്പസമയത്തിനകം പോലീസ് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായത് തിരുവനന്തപുരം ബാലരാമപുരത്താണ്. കോട്ടുകാൽ കോണം എന്ന ഗ്രാമത്തിലാണ്. 2 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്തയാണ് ആദ്യം വന്നത്. പിന്നീട് കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇത് കുട്ടിയെ ആരോ കിണറ്റിലിട്ടതാണ് എന്ന രീതിയിലുള്ള സംശയം ഉയർന്നത്. വീട്ടിലുണ്ടായിരുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ, പിന്നെ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ, കുട്ടിയുടെ അമ്മയുടെ അമ്മ, ഇവരായിരുന്നു
വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരെ 4 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ള കാര്യം പോലീസ് ശ്രദ്ധിച്ചു. കുട്ടി ഇന്നലെ രാത്രി ആരുടെ കൂടെയാണ് ഉറങ്ങിയത് എന്നുള്ള കാര്യം അത് പലരും പല രീതിയിൽ പറയുന്നു. ഇത് പോലീസിന് സംശയമുണ്ടാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മാവന്റെ മുറിയിൽ തീ പടർന്നിരുന്നു. ഇക്കാര്യവും എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. കുരുക്കുകൾ കണ്ടെത്തിയിരുന്നു. അത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടിയാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഇതേ വീട്ടിൽ നിന്നൊരു പരാതി പോലീസിന് കിട്ടിയിരുന്നു. 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയായിരുന്നു. പക്ഷേ അന്നും പരസ്പര ബന്ധമില്ലാത്ത മൊഴിയായതിനാൽ പോലീസ് കേസ് എടുത്തിരുന്നില്ല. അങ്ങനെ ഇത് വ്യാജ പരാതിയാണെന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 2 വയസ്സുകാരി ദേവേന്ദുവിൻ്റേത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇപ്പോൾ അമ്മാവൻ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അരുൺ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇതുതന്നെയാണ് ഈ അമ്മാവൻ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. പക്ഷെ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് തയ്യാറല്ല. അങ്ങനെ നിഗമനത്തിലെത്താൻ കാരണം ഇയാളുടെ മൊഴികളിലെ വൈരുദ്ധ്യവും അതുപോലെ തന്നെ ഇയാൾ പോലീസിനോട് സമ്മതിച്ചതുമാണ്. താൻ തന്നെയാണ് കൊല നടത്തിയത്. പക്ഷെ അവിടെ പോലീസ് സംശയിക്കുന്നത് ഇത് മറ്റാരെങ്കിലും രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്നൊരു സംശയം കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി പോലീസ് ആ മൊഴികൾ പരിശോധിക്കുകയാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇതിലുണ്ടോ എന്ന സംശയം കൂടി പോലീസ് പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരമൊരു പൂർണ്ണമായ നിഗമനത്തിലേക്ക് പോലീസ് എത്താത്തത്. കൃത്യമായ വിവരങ്ങൾ അധികം വൈകാതെ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘം കൂടുതൽ നടപടികളിലേക്ക് വൈകാതെ കടന്നേക്കും. അറസ്റ്റ് രേഖകൾ ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് വൈകാതെ കടക്കാൻ തന്നെയാണ് സാധ്യത. അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതിന് അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്തടക്കമുള്ള നടപടി കടന്നേക്കാം. അല്പസമയത്തിന് ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അമ്മാവൻ ഹരികുമാർ എന്നാണ് പേര്. ഹരികുമാറാണ് കുട്ടിയെ കിണറ്റിലിട്ടത് എന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടുന്ന വിവരം. അത് ഹരികുമാർ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോഴും പോലീസിന് കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പോലീസ് പല മൊഴികളും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഇപ്പോഴും ബാലരാമപുരത്ത് ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് മരിച്ചത്. ശ്രീജിത്തും ശ്രീതുവിന്റെ ആങ്ങള ആയ ഹരികുമാറും ശ്രീതുവിന്റെ അമ്മയും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ. രാവിലെ 7 മണിക്കാണ് കുട്ടിയെ മരിച്ച നിലയിൽ കിണറ്റിൽ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ മുത്തശ്ശി നേരത്തെ 2 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളും നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ലക്ഷങ്ങളുടെ കടബാധ്യത ഈ കുടുംബത്തിനുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാർ പറഞ്ഞിരുന്നു. പോലീസും ഇക്കാര്യം പറയുന്നുണ്ട്. 30 ലക്ഷം രൂപ കാണാനില്ല എന്ന ഒരു വ്യാജ പരാതി ഈ കുടുംബത്തിൽ നിന്ന് പോലീസിന് കിട്ടിയതാണ്. അന്നേ പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പോലീസ് അതിനാൽ തന്നെ കേസ് എടുത്തില്ല. ഇങ്ങനെ ഏറെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. നേരത്തെ സ്ഥലം MLA ആയ എ വിൻസെന്റ് പറഞ്ഞത് ഈ കേസ് കൃത്യമായ വിവരം കിട്ടി വരുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരിക്കാം ഉണ്ടാവുക എന്നുള്ളതാണ്. നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം വളരെ ദുരൂഹമായ ഒരു സംഭവമായി ദേവേന്ദുവിന്റെ തിരോധാനവും പിന്നീട് ദേവേന്ദുവിന്റെ മരണവും അത് കൊലപാതകമാണ് എന്ന സ്ഥിരീകരണവും വന്നിരിക്കുകയാണ്. അരുൺ ചേരുകയാണ്. അരുൺ, എന്തെങ്കിലും മറ്റു വിവരങ്ങളുണ്ടോ? പോലീസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എത്തിയിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കുട്ടിയുടെ അച്ഛൻ ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അച്ഛനെ പോലീസ് ആ രീതിയിൽ കേസുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നും പോലീസ് ലഭിച്ചിട്ടില്ല. പക്ഷേ മറ്റു 3 പേർക്കും ഈ വിവരത്തെപ്പറ്റി, ഈ കൊലപാതകത്തെപ്പറ്റി കൃത്യമായി അറിയാമെന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. അവരുടെ മൊഴികൾ നിരന്തരം പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇവർ നൽകുന്നത്. ഓരോ നിമിഷവും പോലീസ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ പോലീസിന്റെ പരമാവധി അന്വേഷണ ദിശ മാറ്റിക്കാൻ, അവരുടെ അന്വേഷണത്തെ തെറ്റിക്കാനുള്ള മൊഴികളാണ് ഈ കുടുംബം നൽകുന്നത്. ഹരികുമാർ താൻ കൊല ചെയ്തു എന്ന് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കിണറ്റിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് പോലീസിന് ഹരികുമാർ നൽകിയ ആ മൊഴി. പക്ഷേ ഇപ്പോൾ പറയുന്ന മൊഴിയല്ല അയാൾ പിന്നീട് പറയുന്നത്. ഇതാണ് പോലീസിനെ കുഴക്കുന്നത്. കുട്ടിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവരും ഇങ്ങനെ നിരന്തരം മൊഴി മാറ്റുന്നു. ഒരു കാര്യം പോലീസ് ഉറപ്പിച്ചു പറയുന്നത്, അച്ഛന് പങ്കില്ല, അച്ഛൻ പ്രതിയാകില്ല, ഈ കേസിൽ പ്രതിയാകില്ല എന്ന് തന്നെയാണ് പോലീസ് നമുക്കിപ്പോൾ വളരെ വിശ്വസിക്കാവുന്ന വിവരം ലഭിക്കുന്നത്. മറ്റു 3 പേരും ഇതിൽ പ്രതിയായേക്കും. അതായത് കുട്ടിയുടെ അമ്മാവൻ, അതുപോലെ അമ്മുമ്മ, ഈ 3 പേരും കേസിൽ പ്രതിയാകും. ആരാണ് കൊലപ്പെടുത്തിയത്
കൊലപ്പെടുത്തിയ കാര്യത്തിലാണ് ഇനി ഹരികുമാറിന്റെ മൊഴി പോലീസ് വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് അനുസരിച്ചാണെങ്കിൽ കാര്യങ്ങളെങ്കിൽ ഹരികുമാർ തന്നെ ഒന്നാം പ്രതിയാകും. മറ്റുള്ള രണ്ടുപേരും ഈ കേസിൽ പ്രതിയാകാൻ തന്നെയാണ് സാധ്യത. അവർക്ക് ഒന്നുകിൽ അവർ ഈ കൃത്യത്തിന് പ്രതിയെ സഹായിച്ചു, അല്ലെങ്കിൽ ഈ കൃത്യം ഒളിപ്പിക്കാൻ, തെളിവ് നശിപ്പിക്കാനൊക്കെ അവരെ സഹായിച്ചത് കുറ്റത്തിനെങ്കിലും മറ്റു രണ്ടുപേരും പ്രതിയാകാൻ തന്നെയാണ് സാധ്യത. പക്ഷേ കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിന് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം. പക്ഷേ കുട്ടിയുടെ അച്ഛൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നുവല്ലോ അരുൺ. അതുപോലെ തന്നെ എന്താണ് ഈ കൊലപാതകം നടത്തുവാനുള്ള കാരണം, അത് പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ ജീവനോടെ കിണറ്റിലിടുകയായിരുന്നോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഇനിയും ദൂരീകരിക്കേണ്ടതുണ്ടല്ലോ. കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന ഒരു മൊഴിയാണ് പ്രതികൾ നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് പോലീസ് ഇപ്പോൾ ആ രീതിയിൽ വിശ്വാസം എടുക്കുന്നതും അതിന്റെ കൃത്യമായ തെളിവുകളുമൊക്കെ ഇനി വരേണ്ടത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമാണ്. ഇവരുടെ മൊഴികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിരന്തരം മൊഴി മാറ്റുകയാണ് ഈ മൂന്ന് പേരും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പോലീസിന് ഇത് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ എന്തിനാണ് ഈ രണ്ടര വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന ചോദ്യമാണ് പ്രധാനമായും പോലീസിന് മുന്നിലും ഉള്ളത്. ആ കുട്ടിയെ മാത്രം കൊലപ്പെടുത്തിക്കൊണ്ട് എന്ത് സാമ്പത്തിക നേട്ടമാണ്, അല്ലെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നത്തെ എങ്ങനെയാണ് അവർ കരകയറാൻ പോകുന്ന ചോദ്യമാണ് സ്വാഭാവികമായും നാട്ടുകാർ ചോദിക്കുമ്പോൾ പോലീസിനും ആദ്യഘട്ടം മുതൽ ഉള്ളത്. അതിനുള്ള മറുപടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ പോലീസിന് ലഭിക്കുമെന്നും ഉറപ്പാണ്. പക്ഷേ ഈ അച്ഛന് ഇതിൽ പങ്കില്ല എന്ന കാര്യമാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അയാൾ സ്ഥിരമായി വീട്ടിൽ വന്നു പോകുന്ന ആളുമല്ല. ഈ കഴിഞ്ഞ ദിവസം ഈ ചടങ്ങിന് വേണ്ടി, ഈ മരണാന്ത ചടങ്ങിന് വേണ്ടിയാണ് ശ്രീജിത്ത് അവിടേക്ക് വന്നത്. ഈ കുടുംബവുമായി അത്ര നല്ല ബന്ധത്തിലുമായിരുന്നില്ല ശ്രീജിത്ത് എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടും കൂടിയാണ് പോലീസ് കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അവിടെ തന്നെ ഈ ശ്രീജിത്തിന് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്ന ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ പോലീസിൽ നമുക്ക് ലഭിക്കുന്നത്. ഏറെക്കുറെ അത് സ്ഥിരീകരിച്ചു തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. അതായത് മൊഴി ഒന്നുകൂടി ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇനി പോലീസിന്റെ ഒരു നടപടിക്രമങ്ങൾ ആയിട്ടുള്ളൂ. അതിനുശേഷം പോലീസ് എന്തായാലും ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണം മാധ്യമങ്ങളോട് നൽകും, അല്ലേ? തീർച്ചയായിട്ടും ഈ മൊഴികൾ അടിക്കടി മാറ്റുന്നത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ പോലീസ് കുറച്ച് ബുദ്ധിമുട്ടി എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു ഇപ്പോൾ ശ്രീജിത്ത് പറയുന്ന ഈ ഒരു മൊഴിയിലും താനാണ് കൊല ചെയ്തത്, മറ്റാർക്കും പങ്കില്ല എന്ന മൊഴിയിലും പോലീസ് വിശ്വസിക്കാത്തത്. അത് ആരെങ്കിലും രക്ഷിക്കാനാണോ, അമ്മുമ്മയോ അല്ലെങ്കിൽ അമ്മയോ ഒക്കെ രക്ഷിക്കാനാണോ സംശയം പോലീസിനുണ്ട്. ഇയാൾ അടിക്കടി മൊഴി മാറ്റുന്നു. ഈ കുടുംബവും ആ രീതിയിൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല. അവർ പലപ്പോഴും പോലീസിനോട് നിങ്ങൾ കണ്ടെത്തിക്കോളൂ, നിങ്ങളിൽ കണ്ടെത്തേണ്ട തരത്തിലുള്ള ഒരു ധാർഷ്ട്യം മറുപടി പോലും പലപ്പോഴും പറയുന്നുണ്ട്. പരമാവധി അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ഇത് ആദ്യം മുതൽ വിവരം പോലീസ് അറിയിച്ചത് മുതൽ, തീപിടുത്തമുണ്ടായി കുഞ്ഞിനെ കാണാനില്ല എന്ന് അറിയിച്ചത് മുതൽ ഈ ഒരു വൈരുദ്ധ്യം ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പോലീസ് ആദ്യം തന്നെ ഈ വീട്ടിനുള്ളിൽ കയറി മറ്റാരോ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നൊരു സംശയം കുടുംബം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല, അവിടെ മറ്റൊരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായി തന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ മനസ്സിലായി. ഈ കുടുംബം ഇതിൽ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, എന്തൊക്കെയോ നാടകങ്ങൾ ഇതിനു പിന്നിൽ നടക്കുന്നുണ്ട്. വളരെ കൃത്യമായി ആസൂത്രിതമായ ചില പെരുമാറ്റങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ടാകുന്ന പോലീസ് ഉറപ്പിക്കാൻ കാരണം അതാണ്. അതുകൊണ്ടാണ് ഈ കുടുംബത്തെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോയത്. ഈ അമ്മയ്ക്കും അച്ഛനും മൂത്ത സഹോദരിക്കും അതുപോലെ തന്നെ അമ്മാവനും ഒക്കെ ഒപ്പം വീട്ടിൽ കിടന്നുറങ്ങിയ 2 വയസ്സുള്ള കുട്ടി, 2.5 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? അവരറിയാതെ പുറത്തേക്ക് പോകില്ലെന്ന് പോലീസ് ആദ്യം തന്നെ ഉറപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ആ കിണറ്റിൽ കുട്ടിയെ ഇട്ടിരിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞാണ് പോലീസ് ഫയർഫോഴ്സിനെ കൊണ്ട് ആ കിണറ്റിൽ പരിശോധന നടത്തിച്ചത്. അവിടെ മുതൽ ഈ കുടുംബത്തിന്റെ പങ്ക് പോലീസിന് വ്യക്തമായിരുന്നു. പക്ഷേ ആരാണ് ഈ നിഷ്ഠൂരമായ കൃത്യം, കൊലപാതകം ചെയ്തത്, എന്താണ് ഇതിന്റെ കാരണങ്ങൾ, ആരുടെയൊക്കെ സഹായം അതിലുണ്ടായി എന്ന കാര്യങ്ങളിലാണ് പോലീസിന്റെ അന്വേഷണം രാവിലെ മുതൽ പുരോഗമിച്ചത്. അതിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഒന്നുകൂടി സ്ഥിരീകരണത്തിലേക്ക് കാത്തിരിക്കുന്നത്. ഈ ഹരികുമാറിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം അതിലെന്തെങ്കിലും കള്ളങ്ങളുണ്ടോ, കളവുണ്ടോ, അതിൽ പാകപ്പിഴവുണ്ടോ എന്ന കാര്യമാണ് പോലീസ് ഒന്നുകൂടി പരിശോധിക്കുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷമാകും ഇവരുടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഏറെക്കുറെ പോലീസിന് ഇവർ തന്നെയാണ്, ഇവർക്ക് ഈ കുടുംബത്തിന് 3 പേർക്കും വളരെ കൃത്യമായ പങ്ക് ഈ കൊലപാതകത്തിൽ ഉണ്ടായെന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ട്. അത് ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് പോലീസ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഈ മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശാസ്ത്രീയ തെളിവുകൾക്കൊപ്പം തന്നെ ഇതിലേക്ക് എത്തിച്ചതിന്റെ കാരണങ്ങൾ പ്രതികളിൽ നിന്ന് കൂടി പോലീസിനെ ചോദിച്ചറിയേണ്ടതുണ്ട്. അത്തരം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ, ഇപ്പോൾ ഈ ഹരികുമാർ ചിലപ്പോൾ ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറ്റം ഏറ്റെടുക്കുന്ന രീതിയിൽ ഉള്ള മൊഴി നൽകിയിട്ടുണ്ടാകാം എന്നുള്ള സംശയം പോലീസിന് വന്നിട്ടുണ്ടല്ലോ. പക്ഷേ എല്ലാവരും അറിഞ്ഞാണ്, ഇതിൽ അച്ഛൻ ഒഴികെ ബാക്കി എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ട്. അതിൽ ആരാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യം ചിലപ്പോൾ ഈ ഹരികുമാർ സ്വയം കുറ്റം ഏറ്റെടുക്കുന്ന രീതിയിൽ മൊഴി നൽകിയിട്ടുണ്ടാവാം. ഇത് ഈ ഒരു സംശയമല്ലേ ഇപ്പോൾ ഒടുവിൽ പോലീസിനുള്ളൂ. ഇത് മാറ്റുന്നതിനുള്ള അവസാന ചോദ്യം ചെയ്യലുകളല്ലേ ഇപ്പോൾ നടക്കുന്നത്?
അതുതന്നെയാണ് മഞ്ജുഷ. ഒന്നുകിൽ കൊലപാതകം നടന്നയുടൻ ഇവർ അറിഞ്ഞിരിക്കുന്നു, അത് പരസ്പരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ കൊലപാതകം ഇവർ 3 പേരും ആസൂത്രണം ചെയ്തതാണ്. എങ്കിൽ എന്താണ് അതിന്റെ കാരണം? അതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ ഹരികുമാർ ഇപ്പോൾ കുറ്റം ഏറ്റെടുക്കുന്നതും കുറച്ചു കഴിയുമ്പോൾ അത് മാറ്റി പറയുന്നതുമൊക്കെ ഈ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഹരികുമാർ മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ അത്തരത്തിൽ ഈ മൊഴി മാറ്റി പോലീസിനെ വട്ടം കറക്കി രാവിലെ മുതൽ. അതുകൊണ്ട് കൂടിയാണ് പോലീസ് ഈ ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പൂർണ്ണ അർത്ഥത്തിൽ വിശ്വാസമെടുക്കാത്തത്. പകരം കൂടുതൽ ചോദ്യം ചെയ്യൽ, പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അത് ഒന്നുകൂടി ക്ലാരിറ്റിക്ക് പോലീസ് ഇവരെ ഒരുമിച്ച് നിർത്തിയും പ്രത്യേകം ഒക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായാണ് ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അപ്പോഴും ഹരികുമാറിന്റെ ഇപ്പോഴത്തെ ഈ ഏറ്റുപറച്ചിലിൽ കൂടി പോലീസ് ഒരു പൂർണ്ണ വിശ്വാസം വയ്ക്കുന്നില്ല. അതിൽ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഹരികുമാർ ഒറ്റയ്ക്ക് ചെയ്തു, വേറെ ആർക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും അതും പോലീസ് പൂർണ്ണ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവിടെ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ തുടർന്ന്. അധികം വൈകാതെ ഇതിന്റെ ഒരു അന്തിമ ചോദ്യം ചെയ്യലിലേക്കും ഈ അറസ്റ്റ് രേഖപ്പെടുത്തലേക്കും കടക്കുമെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, കുറച്ചുകൂടി വിവരങ്ങൾ എടുക്കുക. പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരുടെ മൃതദേഹം കിണറ്റിൽ കണ്ട സംഭവത്തിലാണ് വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ സഹോദരനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചു എന്നാണ്. പോലീസിനോട് കുറ്റം സമ്മതിച്ചു. പൂർണ്ണമായിട്ടും പോലീസ് ഈ മൊഴി മുഖവിലേക്ക് എടുത്തിട്ടില്ല. കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു എന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കുട്ടിയുടെ അമ്മയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ, സ്വന്തം സഹോദരിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതിനാൽ തന്നെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യം ചെയ്യലുകളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഇല്ലെന്ന് ദേഹപരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉള്ള ആളാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്ന കാര്യം പോലീസിന് നേരത്തെ തന്നെ ഉറപ്പുണ്ടായിരുന്നു. അതിനാലാണ് കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും അമ്മാവനെയും പോലീസ് ചോദ്യം ചെയ്തത്. ഇതിൽ കുട്ടിയുടെ അച്ഛന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് കുട്ടിയുടെ അമ്മാവന്റെ മൊഴിയിലേക്ക് പോലീസ് വന്നത്. കോട്ടുകാൽ കോണം എന്ന സ്ഥലത്തെ ഈ സംഭവത്തിൽ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത്. ഇന്നലെ രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെയാണ് ഇന്ന് രാവിലെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്. കുടുംബവും ഒപ്പം തന്നെ നാട്ടുകാരും തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്നുവെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കുറ്റകൃത്യം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് ഹരികുമാർ പറഞ്ഞത്. എങ്കിലും അങ്ങനെ വരാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലാണ് പോലീസ്. അതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ട്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നതാണ് എന്ന സംശയം പോലീസിന് ഉണ്ടായിരുന്നു. ഹരികുമാർ എന്നയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നും പോലീസ് പറയുന്നുണ്ട്. പുലർച്ചെ 5:30യോടെയാണ് പോലീസിന് കുട്ടിയെ കാണാനില്ല എന്ന വിവരം കിട്ടുന്നത്. അരുൺ, ഇപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ ഉള്ളത്? ഏതെല്ലാം പോലീസ് ഓഫീസർമാർ അവിടെ എത്തിയിട്ടുണ്ട്? ഉടനെ തന്നെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകും പോലീസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ? അധികം വൈകാതെ പോലീസിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കും. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതികളുടെ മറ്റു പശ്ചാത്തലങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ കുടുംബ ബന്ധങ്ങളിലെ ചില അസ്വാരസ്യങ്ങൾ, ചില പ്രത്യേകതകളൊക്കെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പോലീസ് ലഭിച്ചു. അത്തരം കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ഒരു അച്ഛനും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി അത്ര അടുപ്പത്തിലായിരുന്നില്ല. മറ്റു ചില ബന്ധങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് സംശയകരമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൂടി പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിനപ്പുറത്തേക്കുള്ള കാരണങ്ങൾ കൂടി ഈ പോലീസ് ഇക്കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. അധികം വൈകാതെ ഈ സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഡിവൈഎസ്പിയുടെ വാർത്താ സമ്മേളനം അധികം വൈകാതെ ഉണ്ടായേക്കും. കൃത്യമായി ഈ കൊലപാതക കാരണങ്ങളിലേക്കും അത് പ്രതി ആരെന്ന കാര്യത്തിലേക്കൊക്കെ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ കൊലപാതകത്തിന്റെ പ്രധാന കാരണങ്ങൾ, മോട്ടീവ് എന്ത് എന്ന കാര്യത്തിലാണ് പ്രധാനമായും പോലീസിന്റെ അന്വേഷണം. അതുപോലെ തന്നെ ഈ ഹരികുമാർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണോ എന്ന കാര്യത്തിലുമൊക്കെയാണ് പോലീസ് ഇനി ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടത്. അതിന്റെ അവസാനവട്ട വിവരശേഖരണമാണ് പോലീസ് നടത്തുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനം ഉണ്ടായേക്കും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ പ്രതികൾ നേരത്തെ സൂചിപ്പിച്ചവർ പ്രതികൾ ഈ മൊഴി മാറ്റി പറയുന്നത് തന്നെയാണ് പോലീസിനെ ഇത്രയും സമയം കുഴക്കിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ലീഡുകൾ പോലീസ് ലഭിച്ചു. പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിയാത്തതിന് കാരണം അടിക്കടി നിരന്തരം ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ കുടുംബം മൊഴി മാറ്റി പറയുന്നതാണ്. പ്രത്യേകിച്ച് ഈ 3 പേർ, അത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മാവനും അമ്മുമ്മയും 3 പേരാണ് പോലീസിനെ ആ രീതിയിൽ മൊഴി മാറ്റി കബളിപ്പിക്കാൻ പലപ്പോഴും ശ്രമം നടത്തിയത്. അതിനപ്പുറത്തേക്ക് കുട്ടിയുടെ അച്ഛന്റെ ഭാഗത്ത് കാര്യമായ
ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അയാളുടെ ഭാഗത്ത് ഈ കേസിലും കാര്യമായ ഭാഗം അയാളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകളോ അല്ലെങ്കിൽ ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അമ്മാവൻ, അമ്മ, അമ്മുമ്മ ഈ 3 പേരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം. ഇവർ 3 പേരും ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മാവന്റെ മുറിയിൽ തീ പടർന്നത്? അമ്മാവന്റെ രാവിലത്തെ ഒരു മൊഴി ഉണ്ടായിരുന്നുവല്ലോ, തീ പടർന്ന് ആ ചൂട് വന്നപ്പോഴാണ് താൻ എണീറ്റത് എന്നൊക്കെ. ഇതെല്ലാം കള്ളമാണെന്ന് തെളിയുകയാണോ? ഇതൊക്കെ വെറുതെ വഴിതെറ്റിക്കുവാൻ നൽകിയ മൊഴികളാണെന്ന്? അരുണിലേക്ക് വരാം. അരുൺ, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ നിന്ന് തേടുകയാണ്. പോലീസിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ പ്രതീക്ഷിക്കുകയാണ്. കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നതാണ് എന്ന കാര്യം ഏകദേശം അക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അമ്മാവൻ ഹരികുമാറാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഹരികുമാർ അക്കാര്യം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തന്നെ പോലീസ് സംശയിക്കുന്നു. കുട്ടിയുടെ അമ്മൂമ്മയും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയാണ്. പക്ഷേ കുട്ടിയുടെ അച്ഛന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നാണ് പോലീസ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. മൊഴികൾ ഒന്നുകൂടി പോലീസിന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിനാലാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം പോലീസ് നൽകുവാൻ മടിക്കുന്നത്. ഹരികുമാർ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത്, അതോ ഹരികുമാർ സ്വയം കുറ്റം ഏറ്റെടുക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പോലീസിന് ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ സംശയമായി വരുന്നുണ്ട്. 2 വയസ്സുകാരിയുടേത് കൊലപാതകം എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ എങ്ങനെ, എന്തിന്, ആര് എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിനൊരു സ്ഥിരീകരണം കിട്ടേണ്ടിയിരുന്നത്. അതിനാലാണ് ഈ 4 പേരുടെയും മൊഴികൾ വിശദമായി എടുത്തത്. പക്ഷേ അവർ മൊഴികൾ മാറ്റി പറയുകയായിരുന്നു. അരുൺ, എന്തെങ്കിലും മറ്റു വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ പോലീസ് എന്തെങ്കിലും കാര്യം പറയുവാൻ തയ്യാറാകുന്നുണ്ടോ? ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് പോലീസ് ഒരു വിഷയത്തിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് തയ്യാറാകുന്നില്ല. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാം, ഇതിന്റെ ഒരു വിശദാംശങ്ങൾ അറിയിക്കാമെന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്ക്, കൃത്യമായൊരു വ്യക്തമായ ഒരു മറുപടിയിലേക്ക് പോലീസ് പോകുന്നില്ല. അധികം വൈകാതെ കാര്യങ്ങൾ അറിയിക്കാം. ഈ പ്രതികൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് രാവിലെ മുതൽ അത് സംഭവിച്ചതാണ്. രാവിലെ മുതൽ അത്തരം കാര്യങ്ങൾ പോലീസിനെ വഴിതെറ്റിക്കാൻ, പോലീസിനെ ഈ അന്വേഷണത്തിന്റെ ഗതി മാറ്റാനുള്ള ശ്രമങ്ങൾ ഈ കുടുംബം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അത്തരമൊരു സ്ഥിരീകരണം നടത്താത്തത്. ഇപ്പോഴും ഈ പ്രതികൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇതിന്റെ നിരവധി അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനും അന്വേഷകത്തിനുമൊക്കെ ലഭിക്കുന്നുമുണ്ട്. ഇവർ മറ്റു ചില ദുർമന്ത്രവാദം പോലുള്ള ചില കാര്യങ്ങളിൽ ഇവർക്ക് ബന്ധമുണ്ട് എന്നതിലുള്ള മൊഴികൾ നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിലെ ചില സ്വാരസ്യങ്ങളുണ്ട്, മറ്റു ചില ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നു. എല്ലാം പോലീസിന് ലഭിക്കുന്ന പലതരം വിവരങ്ങളും അഭ്യൂഹങ്ങളുമാണ്. പക്ഷെ അതൊന്നും ഒരു സ്ഥിരീകരണത്തിന് ഇപ്പോൾ പോലീസ് തയ്യാറാകുന്നതിന് കാരണം ഇവരുടെ മൊഴിമാറ്റലും പോലീസിനെ നിരന്തരം ഈ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ രാവിലെ ഈ സംഭവം പോലീസിനെ അറിയിച്ചത് മുതൽ ദുരൂഹത പോലീസിന് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ മനസ്സിലായിരുന്നു. അതിന് കാരണം ആദ്യം ഈ പോലീസിനെ അറിയിക്കുമ്പോൾ ഈ കുട്ടിയെ മറ്റാരോ കടത്തിക്കൊണ്ടുപോയി എന്നൊരു വിവരമാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. താൻ ബാത്റൂമിലായിരിക്കുമ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് പോയി നോക്കുമ്പോൾ കുട്ടിയെ കാണാതായി എന്ന് ആദ്യം പറയുന്നു. പിന്നീട് തീപിടുത്തമുണ്ടായി, അത് നോക്കുമ്പോൾ കുട്ടിയില്ല എന്ന് മനസ്സിലാകുന്നു പറയുന്നു. കുട്ടി അച്ഛനൊപ്പം കിടന്നുറങ്ങിയെന്ന് അമ്മ പറയുമ്പോൾ അച്ഛൻ അത് നിഷേധിക്കുന്നു. അമ്മാവനൊപ്പം എന്ന് പറയുമ്പോൾ അമ്മാവനത് അങ്ങനെയല്ല എന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം ഈ കുടുംബം അന്വേഷണത്തെ വഴിതെറ്റിക്കാനും അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തെ കൺഫ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള ബോധപൂർവ്വ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതാണ് പോലീസ്. പക്ഷേ അതിനിടയിൽ ഇപ്പോഴും ഈ മൊഴികളിൽ പോലീസിന് പൂർണ്ണമായും വിശ്വാസം കിട്ടാത്തത് മറ്റെന്തോ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണല്ലോ. അത് എന്തുമായിട്ടുള്ള ഏതുതരം ബന്ധം, ഈ പറയുന്ന പോലെ ദുർബന്ധവാദം, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പോഴും ഉണ്ടോ? അതാണോ പോലീസിന്റെ വാർത്താ സമ്മേളനം വൈകുന്നത്? ഇപ്പോഴും പോലീസ് കുറച്ച് വൈകിയേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം തരികയുള്ളൂ എന്നാണല്ലോ അറിയുന്നത്.
അങ്ങനെ വേണം കരുതാൻ. ഒരുപക്ഷെ വാർത്താ സമ്മേളനം അല്പം കൂടി വൈകിയേക്കാം. കൃത്യമായ ഒരു സമയം പറയാൻ പോലീസ് ഇതുവരെ തയ്യാറാകുന്നുമില്ല. ഇപ്പോഴും അധികം വൈകാതെ കാണാം. അന്വേഷണം അവസാന ഘട്ടത്തിലാണ്, പൂർണ്ണമായിട്ടില്ല. അവരുടെ മൊഴികൾ ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയുന്നതല്ല. നിരന്തരം മൊഴികൾ മാറ്റിപ്പറയുന്നു. കോൺട്രഡിക്ടറി ആയ മൊഴികളാണ് ഇവർ നൽകുന്നത്. അവരെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല തുടങ്ങിയ വിവരമാണ് പോലീസ് ഇപ്പോൾ നമ്മൾ അനൌദ്യോഗികമായി സംസാരിക്കുമ്പോഴൊക്കെ പോലീസ് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനവും അല്പം വൈകിയേക്കുമെന്ന സൂചനകൾ നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനാകുന്നത്. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരുടെയുണ്ട്. അന്വേഷണം അവസാന ഘട്ടത്തിലായാൽ പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ പോലീസ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയേക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കാത്തു നിൽക്കുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടെങ്കിലും പുറത്തു വന്നാൽ അതും കൂടി വച്ചിട്ട് പോലീസ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ശരി, എന്തായാലും ദുരൂഹത മാറിയിട്ടില്ല. എന്താണ് കുട്ടിയെ കൊലപ്പെടുത്തുവാനുള്ള കാരണം? അമ്മാവൻ തന്നെയാണോ, അമ്മാവൻ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം ചെയ്തത് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതിനാൽ തന്നെ പോലീസ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിക്കാൻ ഇനിയും വൈകും. 2 വയസ്സുകാരിയുടെ അസ്വാഭാവിക മരണത്തിന്റെ ഞെട്ടലിലാണ് കോട്ടുകാൽ കോടം എന്ന ഗ്രാമം. ഇന്നലെ രാത്രി കുടുംബത്തിലുണ്ടായ അസാധാരണമായ ചില സംഭവങ്ങളാണ് ഈ ദുരന്തത്തിന് ഇടവെച്ചതെന്നാണ് നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത കേട്ടാണ് കോട്ടുകാൽക്കോണം ഗ്രാമം ഉണർന്നത്. തിരച്ചിലിനെത്തിയ നാട്ടുകാർ കണ്ടത് വീട്ടിലെ സംശയമുയർത്തുന്ന സാഹചര്യങ്ങൾ. അതെ, വെളുപ്പാങ്കാലമാണ് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത്. അമ്മ ആണ്, ശ്രീതു ആണ് ഈ കാണാനില്ല എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തന്നെ എത്തിയ പോലീസ് സംഘത്തിന് ഒരു ദുരൂഹത ഉയർന്നിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ വളരെ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഈ അകത്തെ വീട് തീ കത്തിയ ഒരു നിലയിൽ കണ്ടു. അമ്മാവന്റെ മൊഴിയാണെന്ന് തോന്നുന്നല്ലേ? അമ്മാവന്റെ മൊഴിയും ഈ പറയുന്ന അമ്മയുടെ മൊഴിയിലൊക്കെ പോലീസിന് ആദ്യമേ പോലീസ് പറയുന്നത് ഒരു നാടകം കളിക്കുന്നുണ്ട്, ഇതിനെ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുള്ള രീതിയായിരുന്നു അവർ പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഈ രാവിലെ പോലീസ് എത്തി കൂടുതൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടി കിണറ്റിലുണ്ടെന്നുള്ളത്. ഇവിടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെ പുറത്തെ ആൾക്കാരടുത്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും വന്ന് നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല. നാട്ടുകാർക്കും എല്ലാവർക്കും സംശയം ഉണ്ടായി. ഇവിടെ നിന്ന് വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. കാരണം പുറത്ത് CC ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല. പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടി കിണറിനകത്തുണ്ടാവാനുള്ള സാധ്യത തോന്നി. കുട്ടിയുടെ അച്ഛനമ്മമാർക്കൊപ്പമാണ് അമ്മാവനും താമസിച്ചിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും സംശയിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് തന്നെയാണ് കുട്ടിയുടെ മരണത്തിൽ പങ്കെന്ന് നാട്ടുകാർ. മറ്റവൾ ദേവസ്വം ബോർഡിൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു ശ്രീതു. പിന്നെ കുറച്ച് കടമുണ്ടെന്നൊക്കെ ഈ അവൾ അച്ഛൻ മരിച്ചപ്പോഴാണ് ഇത് പുറത്തു വരാൻ കാരണം. മോളായിരിക്കണം, അതാണ് നമ്മളെ നിഗമനം. ഇവിടെ കടം വാങ്ങിയ ആളുകൾ വന്ന് കടം കൊടുത്ത ആൾക്കാരങ്ങനെ വന്നപ്പോൾ അങ്ങനെയാണ് അറിയാന്നുള്ള. ആളാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജോലി വാങ്ങിക്കൊടുക്കാതെ അങ്ങനത്തെ പ്രശ്നമൊക്കെ കേട്ടിട്ടുണ്ടായില്ല. ജോലി ആര് വാങ്ങിച്ചു കൊടുത്തൊന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എങ്ങനെ കിട്ടിയെന്നും അറിഞ്ഞുകൂടാ. അവര് PSC മുഖേന കിട്ടിയെന്നാണ് പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. വീട്ടുകാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. പക്ഷേ എത്ര സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാലും കുട്ടിയെ എന്തിനാണ് കൊന്നത്, ഇക്കാര്യത്തിലാണ് പോലീസ് ഇപ്പോഴും വ്യക്തത തേടുന്നത്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ബാലരാമപുരത്തെ കുട്ടിയുടെ കൊലപാതകത്തിലെ ദുരൂഹത ഇതുവരെ മാറിയിട്ടില്ല. പോലീസ് ഇനിയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമോ വിശദീകരണമോ ഇക്കാര്യത്തിൽ നൽകിയിട്ടില്ല. അന്വേഷണം തുടരുകയാണ്. ആ വാർത്തയിലേക്ക് വരാം. അതിനു മുൻപ് മറ്റു വാർത്തകൾ കൂടി നോക്കാം. മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ ഒളമതിലിൽ 3 മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു. ഒളമതിൽ ആലുങ്ങാപ്പറമ്പിൽ മിനിമോളാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 5:30യോടെയാണ് സംഭവമുണ്ടായത്. സഹോദരന്റെ ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം കണ്ടത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറിയിൽ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ബക്കറ്റിൽ തലകീഴായി കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ല എന്ന മനോവിഷവുമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും കത്തിയും പോലീസ് കണ്ടെടുത്തു. പോക്സോ കേസ് അതിജീവിതയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവുപെടുത്തു. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എത്തിയതെന്നാണ് അനൂപിന്റെ മൊഴി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. പ്രതി അനൂപ് പെൺകുട്ടിയോട് ചെയ്ത കൊടും ക്രൂരതയുടെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ആക്രമണം നടന്ന ശനിയാഴ്ച രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചു കിട്ടാതായതോടെ 10 മണിയോടെ അനൂപ് വീട്ടിലേക്കെത്തി. ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു. പെൺകുട്ടി വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു. ആദ്യം തല ഭിത്തിയിലിടിപ്പിച്ചു, പിന്നീട് ശ്വാസം മുട്ടിച്ചു.
കയ്യിൽ കരുതിയിരുന്ന ചുറ്റികയും കത്തിയും ഉപയോഗിച്ച് പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചു. ഇതോടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ പെൺകുട്ടി ഷോൾ എടുത്ത ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി. പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെ ഫാനിൽ തൂങ്ങി. പെൺകുട്ടിയുടെ മരണവെപ്രാളം കണ്ട് അനൂപ് തന്നെ ഷോൾ മുറിച്ചു. താഴെ വീണ പെൺകുട്ടിയുടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം അമർത്തിപ്പിടിച്ചു. ഇതോടെയാണ് കുട്ടി അബോധാവസ്ഥയിലായത്. കുട്ടി മരിച്ചു എന്ന് കരുതി രാവിലെ 7 മണിയോടെ അനൂപ് വീട്ടിന്റെ പിന്നിലൂടെ രക്ഷപ്പെട്ടു എന്ന് ചോറ്റാനിക്കര SHO KN മനോജ് പറഞ്ഞു. ഇപ്പൊ നിലവില് ബലാത്സംഗം അതുപോലെ തന്നെ കൊലപാതകശ്രമം, ദേഹമാസകലം കൺഫ്യൂഷൻ ഉണ്ട്, കഴുത്തിലും അടിവരലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഒച്ച വരാതിരിക്കാൻ, പുറത്ത് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം സമയം ശ്വാസം മുട്ടിച്ച് രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുട്ടി മരിച്ചു എന്നുള്ള ഒരു ധാരണയിൽ മറ്റുള്ളവർ അറിയുന്നുള്ള രീതിയിലാണ് അതിനെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ആശുപത്രിയിൽ കഴിയുന്ന പെൺകുട്ടി അപകടനില തരണം ചെയ്തിട്ടില്ല. തലച്ചോറിന് ക്ഷതമേറ്റതിനാൽ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും. നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ തീരുമാനം. നാട്ടുകാരുടെ രോഷം കാരണം തെളിവെടുപ്പ് നടത്താൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് ഈ നീക്കം. ജില്ലാ പോലീസ് മേധാവിയുമായി ചർച്ച നടത്തി കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് മുമ്പായി മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ സാധ്യതയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കും കടക്കും. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ചെന്താമരയ്ക്കെതിരെ ഗുരുതരമായ പരാമർശമുണ്ട്. താൻ തെറ്റു ചെയ്തെന്നും ശിക്ഷിക്കൂ എന്നും കോടതിയോട് പറഞ്ഞ ചെന്താമരയ്ക്ക് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിട്ടില്ലെന്നും ആസൂത്രിതമായ കൊലപാതകമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രതി നടപ്പിലാക്കിയ കൊലപാതകമെന്ന് തെളിയിക്കാനാണ് കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുന്നത്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം വെല്ലുവിളിയായേക്കും. ഈ സാഹചര്യത്തിൽ രഹസ്യമായിട്ടായിരിക്കും പോലീസിന്റെ നീക്കങ്ങൾ. പ്രതിഷേധം തണുത്ത ശേഷം തെളിവെടുപ്പ് മതിയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. അതേസമയം പ്രതിക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകുമോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഒരു നാടിന് ഒന്നാകെ സമാധാനം കിട്ടണമെങ്കിൽ ചെന്താമരയ്ക്ക് വധശിക്ഷയോ മരണം വരെ ജീവപര്യന്തമോ നൽകണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയാണ് ഇടതുമുന്നണി മദ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന ആരോപണവുമായി പ്രതിപക്ഷം. മദ്യനയം മാറുമെന്ന് ഉറപ്പ് നൽകി കമ്പനിയെ കൊണ്ട് പാലക്കാട് ഭൂമി വാങ്ങിപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇടതുമുന്നണിയിലെ ഭിന്നത പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. 2022 ഒയാസിസ് കമ്പനി സർക്കാരിനെ സമീപിച്ചു. മദ്യനയത്തിലെ പരിമിതി കാരണം അപേക്ഷ നിരസിച്ചു. തൊട്ടടുത്ത വർഷം നയം തിരുത്തി ഇതേ കമ്പനിക്ക് തന്നെ അനുമതി നൽകി. നയമാറ്റം മധ്യപ്രദേശിലെ ഈ കമ്പനി മാത്രം എങ്ങനെ അറിഞ്ഞുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ഡൽഹി മദ്യ അഴിമതി കേസിലെ കവിത കേരളത്തിൽ നേരിട്ടെത്തി കരാർ ഉറപ്പിച്ചെന്നാണ് ആക്ഷേപം. ഡൽഹി മദ്യനയ കേസിൽ തെലങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത MP അവരും പ്രതിയാ. അവർ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെയാണ് താമസിച്ചത് നിങ്ങൾ അന്വേഷിക്കുക. ഈ ഒയാസിസ് മദ്യ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ കേരളത്തിൽ വന്നതും കേരളത്തിലെ ആളുകളുമായിട്ടും സംസാരിച്ചത്, ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചത്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. പാലക്കാട് ഒയാസിസ് കമ്പനി നേരത്തെ ഭൂമി വാങ്ങി. 26 ഏക്കർ ഭൂമിയുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുമ്പോൾ നികുതി അടച്ചിരിക്കുന്നത് 21 ഏക്കറിൽ മാത്രം. ഈ അഴിമതി ആരോപണം ഈ കമ്പനി വന്ന വഴി നയം മാറ്റത്തിലൂടെ ഉണ്ടായിട്ടുള്ള അപേക്ഷ മറ്റൊരു കമ്പനിക്കാരും അറിയാതെ, മറ്റൊരു അപേക്ഷ സ്വീകരിക്കാതെ, അത് പബ്ലിഷ് ചെയ്യാതെ സ്വകാര്യമായി സ്വീകരിച്ചത് വഴി കോടികളുടെ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം CBI അന്വേഷിക്കണം. അതേസമയം കോൺഗ്രസ് നേതാക്കളുടെ ഡിസ്റ്റിലറി ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് എക്സൈസ് മന്ത്രി ആരോപണങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത്. ഇതിന് രമേശ് ചെന്നിത്തലയുടെ മറുപടി ഇങ്ങനെ: അവിടെ ഒന്നും മദ്യ കമ്പനിക്കാരോട് സംസാരിക്കാനല്ല ഞാൻ പോകുന്നത്, ഞാൻ എൻ്റെ പാർട്ടിയുടെ കാര്യം സംസാരിക്കാനാണ് പോകുന്നത്. ഇപ്പം അദ്ദേഹത്തിന് ഇതൊക്കെ തോന്നും, കാരണം അദ്ദേഹം കൈയോടെ പിടിക്കപ്പെട്ടല്ലോ. MP രാജേഷ് കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ ഘടകകക്ഷികൾ പോലും എതിർക്കുമ്പോൾ ആ ജാള്യത മറച്ചു വെക്കാനാണ് മറ്റുള്ളവരുടെ പേരിൽ ആവശ്യമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങളാരും ഒരു മദ്യ കമ്പനിയുടെ ഏജന്റുമാരല്ല. ഇതിനിടെ ഇടതുമുന്നണിയിൽ ബ്രൂവറി വിവാദം തുടരുകയാണ്. RJDക്കും ബ്രൂവറിയിൽ ഭിന്ന നിലപാടുണ്ട്. മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് RJD നിലപാട് പരസ്യമാക്കി. RJDയെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിക്കുന്നൊരു വിമർശനം, ഇതൊരു പോളിസിയാണ്. ആ പോളിസി എക്സൈസ് പോളിസിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഗവൺമെൻറ് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ പോളിസികൾ മുന്നണി വെക്കണം. നേരത്തെ എക്സൈസ് പോളിസികൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.
സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരാമർശത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. സലാം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിനോട് യോജിപ്പില്ലെന്നും സ്ത്രീയും പുരുഷനും തുല്യരാണെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെന്നും VD സതീശൻ പറഞ്ഞു. വ്യക്തിപരമായി പറഞ്ഞായിരിക്കും. ഞങ്ങൾക്ക് അതിനോട് ഒരു യോജിപ്പില്ല. സ്ത്രീയും പുരുഷനും തുല്യരാണ്. ഞങ്ങൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. നോ കോംപ്രമൈസ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും. അതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ നിലപാടതല്ല. BDJS NDA വിടില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് ചില പ്രാദേശിക നേതാക്കൾ ഉയർത്തുന്ന അഭിപ്രായം മാത്രമാണ്. NDA വിടണമെന്ന പ്രമേയം കോട്ടയത്തെ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടില്ലെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തേക്ക് വരും ദിവസം BDJS പ്രതിനിധിയെ നിയോഗിക്കുകയും ചെയ്യും. മുന്നണി ബന്ധത്തിൽ തനിക്ക് അതൃപ്തിയില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. അങ്ങനൊരു പ്രമേയം അങ്ങനൊരു യോഗത്തിൽ വന്നിട്ടില്ല. ഞാൻ ആ മീറ്റിങ്ങിൽ ചെന്നതിന് ഒരു 10-20 മിനിറ്റ് നേരം അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പോയി. ആ സമയത്ത് ആ സമയത്തല്ല, അതിന് ശേഷവും അതിന് മുമ്പും അങ്ങനെ ഒരു പ്രമേയം വന്നിട്ടില്ല. പ്രമേയം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായതെന്ന് പറയുന്നത്, കാര്യം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാം. പഞ്ചായത്ത് തലം മുതലുള്ള ജില്ലാ തലം വരെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. സംസ്ഥാന നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് തലത്തിലുള്ള ചില നേതാക്കന്മാർ അവർക്കുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതുകൊണ്ട് മറ്റൊരു രീതി കൂടെ ആലോചിച്ചുകൂടെ എന്നുള്ള തരത്തിലുള്ള ചർച്ച വന്നു എന്നുള്ളതല്ലാതെ ഒരു NDAയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു ഏതെങ്കിലും LDF UDF പോകണം എന്നുള്ള തീരുമാനം അവിടെ എടുക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയോ ഉണ്ടായിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ഇന്ന് വിവാഹം നടക്കാനിരിക്കെ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു. കോട്ടയം കടപ്ലാമറ്റം വയല നെല്ലിക്കുന്ന് കൊച്ചുപാറയിൽ ജിൻസണിന്റെ മകൻ ജിജോ ജിൻസനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിക്ക് MC റോഡിൽ കാളികാവിലുണ്ടായ അപകടത്തിലാണ് മരണം. ജിജോയും സുഹൃത്ത് അജിത്തും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് എതിരെ വന്ന ടെമ്പോ ട്രാവലർ ഇടിച്ച് അപകടമുണ്ടായത്. ഉടൻ തന്നെ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജിജോയുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് വയല സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് വിവാഹം നടക്കാനിരിക്കെയാണ് വേർപാട്. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. എല്ലാ ദിവസവും എൻ്റെ വണ്ടിയും കൊണ്ടാണ് ഡെലിവറിക്ക് പോലെ പോകുന്നത്. ഇന്നലെ എന്നെ വിളിച്ചില്ല. ഇന്നലെ ലീവായിരുന്നു. ഇന്ന് കല്യാണത്തിൻ്റെ സാരിയും താലിയൊക്കെ മേടിക്കാൻ പോവുക. അവൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വേണം പോവായിരുന്നു. അവനോട് പറഞ്ഞില്ല, അവനെ വിളിച്ചില്ല ഇന്നലെ. അറിയത്തില്ല എനിക്ക്. ഇത്ര നാളും പ്രണയിച്ച് നടന്നിട്ട് കല്യാണമൊക്കെ ആയതിന് പള്ളി വെച്ച് കെട്ടണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവനിപ്പോൾ അച്ഛൻ്റെ പുറകെ നടന്ന് അവൻ ഇന്ന് ഇതാക്കിയത് തന്നെ. നേരത്തെ തന്നെ രജിസ്റ്റർ മാരേജ് പൂർത്തിയാക്കി ഒരുമിച്ച് കഴിയുകയായിരുന്നു ജിജോയും ഭാര്യയും. പള്ളിയിലെ ആചാരപരമായ ചടങ്ങുകളാണ് ഇന്ന് ബാക്കിയുണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അജിത്ത് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പള്ളിയിൽ വെച്ചായിരുന്നു ഇന്ന് ജിജോയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത്. അതേ വേദി സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ കാത്തിരിക്കുകയാണ്. കോട്ടയം വയലയിൽ നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. തിരുവനന്തപുരത്ത് സ്കൂൾ ബസ്സിനുള്ളിൽ വിദ്യാർത്ഥിയെ കുത്തിയതിന് കാരണം സ്കൂളിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള മുൻവൈരാഗ്യം. നെട്ടയത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയ +1 വിദ്യാർത്ഥി ഇക്കാര്യം പോലീസിനോട് പറഞ്ഞു. വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസ്സിനുള്ളിൽ കുത്തേറ്റ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പരുക്കേറ്റ പേയാട് സ്വദേശിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. ഇന്നലെ നെട്ടയം മലമുകളിലുള്ള സ്വകാര്യ സ്കൂളിലെ ബസ്സിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇനി ഡൽഹി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. യമുനയിലെ വിഷാംശ പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാൾ നൽകിയ മറുപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതൃപ്തി. കെജ്രിവാൾ തെളിവ് നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടിക്കായി ഇന്ന് സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രചാരണത്തിന് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ അതൃപ്തി പ്രകടിപ്പിച്ചതിന് ശേഷം കെജ്രിവാൾ രൂക്ഷമായ വിമർശനമാണല്ലോ കമ്മീഷന് നേരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ജുഷ, തീർച്ചയായും. കാരണം യമുനയിലെ വിഷാംശ പരാമർശത്തിൽ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് പോരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്നലെ രാത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ കമ്മീഷന് മറുപടി നൽകിയില്ല. അതിൽ തന്റെ മുൻ നിലപാട് കെജ്രിവാൾ ആവർത്തിച്ചിരുന്നു. വിഷാംശമുണ്ട് യമുനയിലെ ജലത്തിൽ. ഡൽഹിയിലെ ജനങ്ങളുടെ പൊതുജന ആരോഗ്യം കണക്കിലെടുത്താണ് താൻ അക്കാര്യം തുറന്നു പറഞ്ഞത് എന്നായിരുന്നു
കേജ്രിവാൾ പറഞ്ഞിരുന്നത്. പക്ഷേ കമ്മീഷൻ ഇന്ന് കേജ്രിവാളിന് മറുപടി നൽകിയിരിക്കുന്നു. കാരണം യമുനയിലെ അമോണിയം കലർന്നതും വിഷാംശ പരാമർശവും രണ്ടും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടതില്ല. എന്ത് വിഷമാണ്, അതിൻ്റെ അളവ് എത്ര തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായ തെളിവ് നൽകാൻ കേജ്രിവാൾ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് മുമ്പായി മറുപടി നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കമ്മീഷനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം ജനാധിപത്യത്തെ ഇത്രമേൽ ദുർബലപ്പെടുത്തിയ മറ്റൊരു കമ്മീഷനും ഉണ്ടായിട്ടില്ല. അത്തരമൊരു വ്യക്തിയാണ് രാജീവ് കുമാർ. റിട്ടയർമെന്റ് ചെയ്തതിന് ശേഷം ഒരു ജോലി അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഇടപെടൽ നടത്തുന്നത്. മാത്രമല്ല, തനിക്ക് അയച്ച കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഷയായി കണക്കാക്കാൻ കഴിയില്ല. ഇത് കൂടാതെ കമ്മീഷന്റെ 3 അംഗങ്ങൾക്കും ഓരോ ബോട്ടിൽ വെള്ളം, യമുനയിലെ ജലം അയച്ചു നൽകാമെന്നും കൂടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കമ്മീഷനെതിരെ കൂടി വെല്ലുവിളിക്കുന്നു, കമ്മീഷനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ യമുന വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് ആദ്യം പോരെങ്കിൽ ഇപ്പോൾ കമ്മീഷനും ഡൽഹി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള പോരായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ആർ രാജേഷാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നൽകിയത്. കാളിന്ദിയും കാളിയനും ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ? സ്വാധീനിച്ചാലും ഇല്ലെങ്കിലും കാളിന്ദിയിൽ കാളകൂട വിഷം കലർത്തിയ കാളിയന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ മുഖമാണ്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം പുരാണത്തിലെ കാളിന്ദിയേക്കാൾ വിഷമയമാണ് ഇന്ന് യമുന. യമുന പുരാണങ്ങളിൽ പറയുന്ന ഈ നദിയുടെ മറ്റൊരു പേര് കാളിന്തി. കാളിന്തിയിൽ വിഷം കലർത്തിയത് കാളിയനാണെങ്കിൽ ഇന്ന് കാളിയന്റെ സ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഹരിയാന സർക്കാരിനെയാണ്. കാളിയ മർദ്ദനം നടത്തിയ ശ്രീകൃഷ്ണനാകാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ. ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് പ്രയാഗ്രാജിൽ ഗംഗയുമായി കൂടിച്ചേരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നാണ് യമുന. കുടിക്കാനും കുളിക്കാനും കൃഷിക്കുമെല്ലാം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ നൂറ്റാണ്ടുകളായി ആശ്രയിക്കുന്ന ജലസ്രോതസ്. ആ യമുനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ. യമുനയുടെ പുണ്യം ഇന്ന് പുരാണങ്ങളിൽ മാത്രം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് കേജ്രിവാൾ തന്നെ സമ്മതിച്ച കാര്യമാണ് യമുന ശുചീകരണം. BJPയും കോൺഗ്രസും ഇത് ആയുധമാക്കിയപ്പോഴാണ് ഡൽഹിയിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന യമുന വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശം. കേജ്രിവാളിന്റെ ആരോപണം ആം ആദ്മി പാർട്ടിയും മുഖ്യമന്ത്രി അതിഷിയും ഏറ്റുപിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള BJP നേതാക്കളും കോൺഗ്രസും എത്തിയതോടെ യമുനയിലെ മാലിന്യത്തെക്കാൾ വലിയ വിഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കലർന്നു. ഡൽഹിയിലേക്കുള്ള വെള്ളത്തിൽ ഹരിയാന അമിതതോതിൽ അമോണിയം കലക്കി വിഷമയമാക്കുന്നു എന്ന് വരെയായി കേജ്രിവാളിന്റെ ആരോപണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ തർക്കം പോലെ, കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കാവേരി തർക്കം പോലെ ഡൽഹിക്കും ഹരിയാനയ്ക്കുമിടയിൽ യമുന ജലം പങ്കിടൽ എല്ലാ കാലത്തും തർക്ക വിഷയമാണ്. ഡൽഹി നിയമസഭ രൂപീകൃതമായത് 1993-ലാണ്. അന്ന് തൊട്ട് തർക്കവും തുടങ്ങി. ഡൽഹിക്ക് വെള്ളം വിട്ടു നൽകാൻ 1995-ൽ സുപ്രീം കോടതി ഉത്തരവുണ്ടായെങ്കിലും തർക്കം ഇപ്പോഴും പരിഹരിക്കാതെ നിൽക്കുന്നു. ഡൽഹിക്ക് ജലവിഹിതം ഹരിയാന ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി പലതവണ ഉത്തരവിട്ടിട്ടുണ്ട്. 2003-ൽ ഡൽഹി മുങ്ങിയപ്പോൾ ഹത്നികുണ്ട് ബാരേജിൽ നിന്ന് ഹരിയാന മനഃപൂർവ്വം അധിക ജലം തുറന്നുവിട്ടാണെന്ന ആരോപണവും അധിക ജലം ആവശ്യപ്പെട്ട് 2024-ൽ അന്ന് ജലമന്ത്രിയായിരുന്ന അതിഷി നിരാഹാരമിരുന്നതും യമുന തർക്കത്തിൽ ചിലതു മാത്രം. തർക്കം തുടരുകയാണ്. അപ്പോഴും ഒരു കാര്യം ഉറപ്പ്, യമുനയിൽ ഒഴുകിയ വെള്ളത്തേക്കാൾ കൂടുതൽ കോടികൾ യമുനയുടെ പേരിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പല വഴിക്കെന്ന് മാത്രം. യമുന തീരത്ത് നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. മഹാകുംഭമേളയ്ക്കിടെ സംഘം പ്രദേശത്ത് തിരക്ക് നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി. പാർലമെന്റിൽ പ്രശ്നം ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ബസന്ത് പഞ്ചമി ദിനത്തിൽ നടക്കുന്ന അടുത്ത അമർ സ്നാൻ സമയത്ത് തിരക്കൊഴിവാക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചതിനെ തുടർന്ന് മഹാകുംഭമേളയിൽ നിരീക്ഷണം ശക്തമാക്കി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് സജ്ജീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ട്രെയിനുകളിലെയും റെയിൽവേ സ്റ്റേഷനുകളിലെയും ക്രമീകരണങ്ങളെക്കുറിച്ച് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ചർച്ച നടത്തി. ജുഡീഷ്യൽ അന്വേഷണ സമിതി സംഭവത്തിൽ റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കും.
3 അംഗ ജുഡീഷ്യൽ അന്വേഷണ സമിതി പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. പോലീസും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. ഫെബ്രുവരി 3 ബസന്ത് പഞ്ചമി ദിനത്തിൽ നടക്കുന്ന അടുത്ത അമൃത് സ്നാൻ സമയത്ത് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഉത്സവ സ്ഥലത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഫെബ്രുവരി 4 വരെ മഹാകുംഭമേഖല മുഴുവൻ വാഹന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. VIP പാസുകളും ചൊവ്വാഴ്ച വരെ റദ്ദാക്കിയിട്ടുണ്ട്. VVIPകളുടെ എസ്കോർട്ട് വാഹന വ്യൂഹത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാകുംഭ് റൂട്ട് ഒരു വഴിയാക്കി മാറ്റി. ഒരു വഴിയിലൂടെ വരുന്ന ഭക്തരെ കുളിച്ച ശേഷം മറ്റൊരു വഴിയിലൂടെ തിരിച്ചയക്കും. ആംബുലൻസുകൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ, ഫയർ വാഹനങ്ങൾ എന്നിവയ്ക്ക് മാത്രമേ അകത്ത് കടക്കാനാകൂ. DGPയും ചീഫ് സെക്രട്ടറിയും കുംഭനഗരിയിലെ സജ്ജീകരണങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. കുംഭമേളയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിർദ്ദേശങ്ങൾ, നയങ്ങൾ, നിയന്ത്രണങ്ങൾ എന്നിവ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ വിശാൽ തിവാരിയാണ് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. ദൗർഭാഗ്യകരമായ സംഭവത്തിന് ഉത്തരവാദി ഉത്തർപ്രദേശ് സർക്കാരാണെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. DGPയും ചീഫ് സെക്രട്ടറിയും കുംഭനഗരിയിലെ സജ്ജീകരണങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്രാവേദിയിൽ PV അൻവർ എത്തി. നിലമ്പൂർ എടക്കരയിലാണ് അൻവർ പങ്കെടുത്തത്. വന്യജീവി പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത രണ്ടുപേർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വനമന്ത്രിയുമാണെന്നാണ് അൻവറിന്റെ വിമർശനം. വരാനിരിക്കുന്ന UDF സർക്കാർ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് PV അൻവർ അഭ്യർത്ഥിച്ചു. നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആരായാലും 30,000 വോട്ടിന് ജയിക്കുമെന്നും വേദിയിൽ അൻവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ്. താങ്കൾ എടുക്കുന്ന പല നിലപാടുകളും ഈ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം UDFന്റെ മുഴുവൻ നേതാക്കളും എടുക്കുകയാണ്. അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് UDF മുന്നോട്ട് വരണം. കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സമാധി സ്ഥലം ഇപ്പോൾ തിരക്കൊഴിഞ്ഞ നിലയിലാണ്. രാവിലെയും വൈകിട്ടും പതിവായി ഇവിടെ പൂജകളും നടക്കുന്നുണ്ട്. വരുമാന മാർഗമായി ഉണ്ടായിരുന്ന 2 പശുക്കളിൽ ഒന്നിനെ വിറ്റ് സമാധി സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. സമാധിക്ക് ശേഷം ആദ്യമായാണ് ഗോപന്റെ ഭാര്യ വിവാദങ്ങളോട് പ്രതികരിക്കുന്നത്. നെയ്യാറ്റിൻകര കാവുവിളാകത്തുള്ള ഗോപൻ സ്വാമിയുടെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരാഴ്ചയായി കേരളം ആകാംക്ഷയോടെ കണ്ട, അല്ലെങ്കിൽ ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഈ സംഭവങ്ങൾക്ക് ഒരാഴ്ച പിന്നിടുമ്പോൾ എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന് ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന തന്നെ നമ്മളോട് പങ്കുവെക്കും. ഇപ്പം ഈ വലിയ തിരക്കായിരുന്നു ഒരാഴ്ച മുമ്പ്. ഇപ്പൊ എങ്ങനെയാണ് സാഹചര്യം ഇവിടെ? സമാധാനം തന്നെ ആണ്. ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ സ്വാമിമാർ കൂടുതലും വരുന്നുണ്ട്. പിന്നെ RS-ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ കൂടുതലും പിന്നെ RS-ആയിട്ടൊക്കെ ഇടപെടാന്നുള്ള ധാരണയിലാണ്. ഇന്നലെയും ഇവിടെ ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ടൊക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം പോലെയോ തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് ഈ വരുന്ന ഞായറാഴ്ചയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി അവർ കൂടും RS-ന്റെ ഭാഗമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇവിടെ 41 ചടങ്ങുണ്ട്. ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ഹിന്ദു ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ശിവലിംഗം ഇത് വെച്ചാണ് 41 ചടങ്ങ്. അത് അതിന്റെ മുകളിൽ സ്ഥാപിക്കും അല്ലേ? സ്ഥാപിക്കും. ഇത് ഇപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ 2 നേരത്തെ പൂജ മുടങ്ങിയിട്ടില്ല. അപ്പൊ 2 നേരം പൂജയുണ്ട്. 2 നേരം ക്ഷേത്രത്തിലായി സമാധിയിലാണ് നടത്തുന്നത്. ാണ് ഋഷിപീഠം എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം. ഇവിടെ രാവിലെയും വൈകിട്ടും പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒരു എയർ ഹോളാണ് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അകത്ത് നിന്ന് വായു പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ തന്നെ ആയിരിക്കാം ഈ ശിവലിംഗം
അത് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇതിന് ചുറ്റും ഒരു ധ്യാനിക്കാൻ ഇരിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളോടെ സജ്ജമാക്കിക്കൊണ്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സമാധി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അമേരിക്കൻ എയർലൈൻസ് വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് നദിയിൽ വീണു. 18 പേർ മരിച്ചു. നദിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വാഷിംഗ്ടണിനടുത്ത് റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിലാണ് അപകടം. ബുധനാഴ്ച രാത്രി അമേരിക്കൻ സമയം 9:30 വാഷിംഗ്ടൺ റീഗൻ നാഷണൽ എയർപോർട്ടിന് സമീപമാണ് അപകടം. അമേരിക്കൻ ഈഗിൾ 5342 വിമാനം ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെ UH-60 സൈനിക ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് പോട്ടോമാക് നദിയിൽ പതിക്കുകയായിരുന്നു. 64 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 60 യാത്രക്കാരും 4 പേർ ക്യാബിൻ ക്രൂവും. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് 3 സൈനികർ. സൈനികർക്ക് ഹെലികോപ്റ്ററിൽ ഫ്ലൈയിംഗ് പരിശീലനം നൽകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് പോട്ടോമാക് നദിയിലെ രക്ഷാപ്രവർത്തനം. അതിശൈത്യവും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു. സാഹചര്യങ്ങൾ അതിസങ്കീർണമാണെന്ന് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ ഫയർ ആൻഡ് എമർജൻസി മെഡിക്കൽ സർവീസസ് അറിയിച്ചു. They are working diligently in very dark and cold conditions, cold water, to execute this rescue operation. അപകട സമയം 400 അടി ഉയരത്തിലും മണിക്കൂറിൽ 140 മൈൽ വേഗത്തിലുമായിരുന്നു വിമാനം. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കൂടും. മരണസംഖ്യ സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. 300ഓളം പേരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7590, പവന് 60720. 18 ക്യാരറ്റ് ഗ്രാമിന് 6285, പവന് 50280. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. തിരുവനന്തപുരം ബാലരാംപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിലെ ദുരൂഹത അകറ്റുന്നതിന് വേണ്ടി പോലീസ് മൊഴികൾ പരിശോധിക്കുകയാണ്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസിൽ നിന്നുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മാവൻ കുറ്റം സമ്മതിച്ചതായാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരം. നേരത്തെ അമ്മാവൻ കുറ്റം സമ്മതിച്ചതായുള്ള വാർത്ത നൽകിയപ്പോൾ ഒപ്പം നൽകിയ ഫോട്ടോ മറ്റൊരാളുടേതായിരുന്നു. ചിത്രം മാറി നൽകാനിടയായ സാഹചര്യത്തിൽ നിർവ്യാജം ഖേദിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.